വെൽക്കം ടു റൺവേസ് ഫുഡീസ് ആൻഡ് ട്രാവൽസ്. ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് ചക്കപ്പഴം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇപ്പോൾ എല്ലായിടത്തും ചക്കയുടെ സീസണല്ലേ, അപ്പോൾ നമ്മൾക്ക് അതുപോലൊരു റെസിപ്പി ട്രൈ ചെയ്യാം. അതിലേക്കായിട്ട് ഞാനെടുത്തത് കൂഴച്ചക്കയാണ്. ചക്ക നന്നായിട്ട് ലേശം വെള്ളം ഒഴിച്ച് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾക്ക് ഈ ചക്ക മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് 2 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ അവസാനം നമുക്ക് ഒരു നുള്ള് ഉപ്പും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് മൈദയുടെ പൊടിയാണ്. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് ഇത്രയും ചക്കയ്ക്ക് എടുത്തേക്കുന്നത്. ആ 1 കപ്പ് മൈദ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ഏലക്ക കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഒന്ന് മൂടി വെച്ചേക്കാം. ഇനി നിങ്ങൾക്ക് അതിനുള്ള ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു നുള്ള് സോഡാപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ച് ഒരു 15 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പം നമ്മൾക്കിതിവിടെ 1 മണിക്കൂറോളം മൂടി വയ്ക്കാം. 1 മണിക്കൂറോളം നമ്മളത് എടുത്ത് വെച്ചിരുന്നു. ഇനി നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ചെറിയൊരു ബോൾസ് പോലെ സ്പൂണിലെടുത്തിട്ട് നമുക്കിതേപോലെ 2 സൈഡും മറിച്ചിട്ട് കൊടുത്ത് വറുത്തെടുക്കാം. ഒരു സൈഡ് റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും മുരിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ട് എന്നാൽ നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ ഇത് കഴിക്കാനായിട്ട് വളരെ രുചികരമായ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കുക. മറക്കാതെ എല്ലാവരും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.